അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, ഇതുവരെ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹത്തിനും നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മേ, പ്രതികൂല സാഹചര്യങ്ങളെ സമചിത്തതയോടെ നേരിടാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും വേണ്ട വിശ്വാസ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും പ്രാർത്ഥനാ ചൈതന്യവും നിലനിർത്താൻ അമ്മയുടെ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടാകണമേ. പരിശുദ്ധ മാതാവേ, മറ്റാരെക്കാളും അധികമായി അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം. പരിശുദ്ധ അമ്മേ, എന്നും അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ എല്ലാവരോടും സ്നേഹത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വയലിലെ പുൽക്കൊടികൾക്ക് തുല്യമായ മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയും തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് സ്നേഹാരൂപിയിലായിരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഈ ലോകത്തിൽ ഞങ്ങളെ കടന്നു പോകുവോളം അവിടുത്തെ സംരക്ഷണത്തിൻ്റെ ചിറകിനുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേറിട്ടു പോയ എല്ലാ സഹോദരങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദിവസം അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോരുത്തരും ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിച്ച് അവരെ നിത്യതയിൽ അങ്ങയോട് ചേർക്കണമേ. ഒരുങ്ങാതെയും പെട്ടെന്നുള്ളതുമായ മരണത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, കൃപയുടെ നിറവായ മാതാവേ, ഞങ്ങളുടെ ജീവിത വിശുദ്ധീകരണത്തിനായി ഈശോയോട് പ്രാർത്ഥിക്കണമേ.
പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ, കുരുക്കുകളെ, കെട്ടുകളെ എല്ലാം അഴിക്കണമേ. എൻ്റെ ജീവിതത്തിലെ രോഗശാന്തിയുടെയും സമൃദ്ധിയുടെയും പാതകളെ തടസ്സപ്പെടുത്തുന്ന കുരുക്കുകൾ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഈ വിശുദ്ധ നിമിഷത്തിൽ ഞാൻ അമ്മയുടെ അടുക്കൽ വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ, കുരുക്കുകളെ, കെട്ടുകളെ എല്ലാം അഴിക്കണമേ. പരിശുദ്ധ മറിയമേ, സ്നേഹവും അനുകമ്പയുമുള്ള അമ്മേ, ഞങ്ങളെ ബന്ധിക്കുന്ന കുരുക്കുകൾ അഴിക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളിലേക്ക് കടന്നു വരേണമേ. അമ്മയുടെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൃഷ്ടിയോടെ എന്നെ നോക്കുവാനും ഞാൻ നേരിടുന്ന വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ എന്നെ സഹായിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. കരുണയുടെ മാതാവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്ന കഷ്ടപ്പാടുകളും എന്നെ ചുറ്റിപ്പറ്റിയുള്ള പ്രയാസങ്ങളും അമ്മ മനസ്സിലാക്കുന്നുവല്ലോ. എൻ്റെ ഉത്കണ്ഠകളും എന്നെ പലപ്പോഴും ദഹിപ്പിക്കുന്ന വേദനയിൽ ഉൾക്കൊള്ളുന്ന കെട്ടുകൾ അഴിച്ചെടുക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞാൻ നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ പ്രയാസകരമായ സമയങ്ങളെയും ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും നേരിടുവാൻ എനിക്ക് ആവശ്യമായ ശാന്തതയും ആത്മവിശ്വാസവും നൽകണമേ. സമാധാന രാജ്ഞി, എൻ്റെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്ന കെട്ടുകൾ അഴിച്ച് മാറ്റണമേ. അമ്മയുടെ സഹായം എൻ്റെ മേലും എൻ്റെ ഭവനത്തിന്മേലും എപ്പോഴും ഉണ്ടാകണമേ. എൻ്റെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും അസുഖമോ അസ്വസ്ഥതയോ സുഖപ്പെടുത്തി എനിക്ക് ആവശ്യമായ ആശ്വാസവും ആരോഗ്യവും നൽകണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളെയും ഞാൻ ഈ പ്രാർത്ഥനയോടൊപ്പം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ സാമ്പത്തികവും തൊഴിൽപരവുമായ പുരോഗതിയെ പരിമിതപ്പെടുത്തുന്ന കുരുക്കുകൾ അഴിച്ച് മാറ്റണമേ. വിജയത്തിലേക്കുള്ള അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഞങ്ങൾക്ക് നൽകിയ വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുവാനും ആവശ്യമുള്ളവരുമായി ഉദാരമായി പങ്കിടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമൃദ്ധിയുടെ മാതാവേ, സമാനമായ തടസ്സങ്ങൾ നേരിടുന്ന എൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിൻ്റെ അമ്മേ, ഈ പ്രാർത്ഥനയിലൂടെ രോഗശാന്തിയും സമൃദ്ധിയും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി
അമ്മയുടെ മാധ്യസ്ഥത ഞാൻ യാചിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും ആവശ്യമുള്ളവർക്ക് ആവശ്യങ്ങൾക്കുള്ള പരിഹാരവും നൽകണമേ. മാതാവേ, അമ്മയുടെ പുത്രനായ യേശുവിനോട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മയുടെ സഹായത്താൽ രോഗശാന്തിയും സമൃദ്ധിയും കൈവരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എല്ലാ ബന്ധനങ്ങളും കുരുക്കുകളും അഴിച്ച് മാറ്റണമേ. സ്നേഹനിധിയായ മാതാവേ, എൻ്റെ ജീവിതത്തിൽ ദൈവിക സ്നേഹത്തിൻ്റെയും കൃപയുടെയും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അമ്മയുടെ മാതൃസ്നേഹത്തിനും എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഇരുണ്ട സാഹചര്യങ്ങളിൽ പ്രത്യാശയോടും പ്രകാശത്തോടും കൂടി തിളങ്ങുന്ന പ്രഭാത നക്ഷത്രമായ പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും എനിക്ക് നൽകണമേ. രോഗശാന്തിയിലേക്കും സമൃദ്ധിയിലേക്കും എൻ്റെ വഴിയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും അഴിച്ച് നീക്കണമേ. എൻ്റെ ചുവടുകൾ നയിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. ആർദ്രതയും അനുകമ്പയുമുള്ള എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, പലപ്പോഴും ഞങ്ങളെ ബാധിക്കുന്ന കുടുംബ വെല്ലുവിളികളെ, സങ്കീർണമായ സാഹചര്യങ്ങളിൽ പരസ്പര വിരുദ്ധമായ ബന്ധങ്ങളുടെ കുരുക്കുകൾ അഴിക്കുവാനുള്ള അമ്മയുടെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സ്നേഹവും ഐക്യവും സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കണമേ. ഞങ്ങളിലുള്ള പൊരുത്തക്കേടുകൾ സുഗമമാക്കി മാറ്റണമേ. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ ശക്തിപ്പെടുത്തണമേ. അമ്മയുടെ സ്നേഹമുള്ള കരങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ മേൽ അനുഗ്രഹമായി കൃപയായി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടുമ്പോൾ തൊഴിലില്ലായ്മയും ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വേവലാതിയും കണ്ട് പരിശുദ്ധ അമ്മേ, സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വിഷമിക്കുമ്പോൾ അമ്മയുടെ ദയയുള്ള കണ്ണുകൾ ഞങ്ങളെ നോക്കേണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ തൊഴിലുകൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ സാമ്പത്തികമായ ഞങ്ങളുടെ കാര്യത്തിൽ അമ്മ ഇടപെടണമേ. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു ജോലിക്കായി വിഷമിക്കുന്ന എല്ലാവരെയും എൻ്റെ ഈ പ്രാർത്ഥനയോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ,
ഞങ്ങൾക്ക് ആവശ്യമായ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ജോലി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളിലും കുരുക്കുകളെയും അമ്മയുടെ കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വേദനയും കഷ്ടപ്പാടും സൃഷ്ടിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ അഴിച്ച് മാറ്റണമേ. ഞങ്ങൾക്ക് ആരോഗ്യവും ചൈതന്യവും വീണ്ടെടുക്കുന്നതിന് ആവശ്യമായ കൃപ നൽകണമേ. അമ്മയുടെ മാതൃസ്നേഹത്തിലും ദിവ്യകാരുണ്യത്തിലും ജീവിക്കുന്നവരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഷ്ടകാലങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും കടന്നുകൂടിയിരിക്കുന്ന അനീതിയുടെയും അസമത്വത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കുരുക്കുകൾ ഇല്ലാതാക്കാൻ സഹായിക്കണമേ. ലോകത്തിലെ സമാധാനത്തിൻ്റെയും അനുകമ്പയുടെയും ഉപകരണങ്ങളാക്കി എല്ലാ മക്കളെയും മാറ്റണമേ. എല്ലാവർക്കും ആത്മീയ സൗഖ്യവും സമൃദ്ധിയും അനുഭവിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളിൽ സ്നേഹവും സന്തോഷവും പരസ്പര ധാരണയും സാഹോദര്യവും നിലനിർത്തണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലും അമ്മയുടെ സഹായം തേടുന്നവരുടെ ജീവിതത്തിലും ആവശ്യമായ സൗഖ്യദായകമായ ഐശ്വര്യത്തിനും ദൈവിക സ്നേഹത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.